ഹായ് മക്കളെ, 2026 നീറ്റിനെ നേരിടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതായത് ഇപ്പൊ +2 പഠിച്ചുകൊണ്ട് +2 എക്സാമിനേഷന് ശേഷം നീറ്റ് എഴുതാൻ പോകുന്നവര്, ഇനി റിപ്പീറ്റേഴ്സ് ആയിട്ട് ഓൺലൈനിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഇനി ഓഫ്ലൈനിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ഇനിയൊരു 200 ഡേയ്സോളമാണുള്ളത്. ആ ഒരു 200 ഡേയ്സിൽ കംപ്ലീറ്റ് ഒരു റിവിഷനും അല്ലെങ്കിൽ ഒന്നും കൂടെ സിലബസ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള സൈലത്തിന്റെ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടുമുള്ള ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആ പ്രോഗ്രാം നടക്കുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് ഒന്ന് അറിയേണ്ടത്. 2, അതിന്റെ ഫീസ് ഡീറ്റെയിൽസ്, എവിടൊക്കെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുക, കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പോൾ ഫീസൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. കാര്യം നിങ്ങൾക്കറിയാം 81ഓളം ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. 200ഓളം ദിവസമാണല്ലോ, 200 താഴെ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള. മെയ് 3 ഇത്തവണത്തെ ഫസ്റ്റ് സൺഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദിവസമായിരിക്കും എക്സാം വരിക, അതിലൊരു സംശയവും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് കവർ ചെയ്യാം. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഇപ്പം അതായത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ ജോയിൻ ചെയ്യാം. എന്നിട്ട് +2 എക്സാമിനേഷന് ശേഷം ഓഫ്ലൈൻ ആയിട്ടും സൈലത്തിന്റെ 50ഓളം സെന്റേഴ്സ് ഉണ്ട്. 50+ സെന്റേഴ്സ് ആണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീടിന്റെ അടുത്തെല്ലാം സെന്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ സെന്റേഴ്സിൽ നിങ്ങൾക്ക് വന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന ഓൺലൈൻ കൊണ്ട് സിലബസ് ഒരു റൗണ്ട് തീർക്കാം. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ട് 1 മന്ത് കൊണ്ട് ഫിനിഷ് ചെയ്യാം. അതിനും നിങ്ങൾക്ക് അഡീഷണൽ ഒരുപാട് ഫീസ് ഇതിന് വേണ്ടാത്ത രീതിയിൽ തന്നെയാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഓഫ്ലൈനിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്ലാനുകളെല്ലാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് മുമ്പോട്ട് പോകുമ്പോൾ പറയുമ്പോൾ മനസ്സിലാകും. റെഡിയല്ലേ? അവിടെ മക്കളെ, ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഇനിയെങ്കിലും നിങ്ങൾ പലരും ചിലപ്പോൾ +1 എൻട്രൻസിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി +1 +2 ജോയിൻ ചെയ്യാത്തവരായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നീറ്റ് എക്സാമിനേഷൻ വഴി MBBS മാത്രമല്ല, MBBS, ഈ പറയുന്ന പോലെ BDS അല്ലെ, BDS, BAMS, പിന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളെല്ലാം, ആയുർവേദം അല്ലെ, ആയുർവേദം അല്ലാതെ ഇനി പറയുന്ന പോലെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി തുടങ്ങി ഒരുപാട് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് ഏത് വഴി നടക്കുന്നത്, നീറ്റ് എക്സാമിനേഷൻ വഴി നടക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ട പക്ക ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ അതിന് തീർക്കാൻ വേണ്ടി പോകുന്നു ഓൺലൈനിൽ. ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആകെ 1 മാസമാണ് സമയം കിട്ടുക. അപ്പൊ അതിനനുസരിച്ച് ഒരു ദിവസം 3 ചാപ്റ്റർ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഓഫ്ലൈനിൽ റിവൈസ് ചെയ്യും. അപ്പൊ ഓൺലൈനിൽ എന്തായാലും ഒരു ദിവസം ഒരു ചാപ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അപ്പം ആ ഒരു ചാപ്റ്റർ ആ ദിവസം തന്നെ പഠിച്ചു തീർക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കൃത്യമായി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. അതായത് ആ സമയം നിങ്ങൾ വേറെ ഒന്നിലേക്കും പോകാതെ പക്ക ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുക, നോട്ട്സ് കൃത്യമായി എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി അതിന് എന്തായാലും ഉണ്ടായിരിക്കണം. ആദ്യം 3 ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ വരാതിരിക്കുകയല്ല. കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ മാത്രമല്ല, നമുക്ക് വേണ്ടാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എക്സാംസ് എഴുതണം പ്രോപ്പർ ആയിട്ട്. നിങ്ങൾക്ക് വരുന്ന ഡെയിലി എക്സാംസുകളുടെ വീക്കിലി എക്സാമുകളെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി പോയാൽ ടൈം മാനേജ്മെന്റ് സെറ്റ് ആകും. പിന്നെ ഇതിനകത്ത് വേണ്ട ഏറ്റവും മെയിൻ സാധനമാണ്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അയ്യോ ഞാൻ തളർന്നു പോകുമോ എന്നുള്ളൊരു തോന്നലൊക്കെ മാറ്റി വെച്ച് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ആവേശവും മോട്ടിവേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് താഴെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 അല്ലെ. എല്ലാം അതിനകത്ത് വേണ്ട കാര്യങ്ങളാണ്. ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. കാര്യം അവസാന ലാപ്പാണ്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ അത്രയും എന്ത് ചെയ്യണം, തിരിച്ചു വരേണ്ട ഒരു ടൈമാണ്. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഏറ്റവും വേഗം തന്നെ തുടങ്ങുക അല്ലെ, വേഗം തുടങ്ങുക. അതിനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സൈലം ക്രാഷ് പ്രോഗ്രാമുമായിട്ട് വരുന്നത്. സൈലത്തിന്റെ ക്രാഷ് പ്രോഗ്രാമിന്റെ പേരാണ് സൈലം പ്രീമിയർ ലീഗ് അഥവാ XPL എന്ന് വിളിക്കുന്നത്. ആ XPL ആണ് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആരംഭിക്കുക. XPL ഒരു റൗണ്ട് നമ്മൾ സിലബസ് എന്ത് ചെയ്യും, കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ LMRP എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് വരും. അതാണ് അവസാനം നിങ്ങൾക്ക് 1 മാസം ഓൺലൈൻ ആയിട്ടും അതുണ്ടാകും, അത് തന്നെ ഓഫ്ലൈൻ ആയിട്ടും ഉണ്ടാകും. LMRP ഓഫ്ലൈനും ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് ഒരു റൗണ്ട് സിലബസ് 81 ചാപ്റ്ററും ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. റെഡി? ഇത് കഴിഞ്ഞ് 1 മാസം കൊണ്ട് അല്ലെ, അതായത് അവസാനം 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ ഈ പറയുന്ന 81 ചാപ്റ്റർ റിവൈസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും അടക്കണ്ട. ഇനി ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്ന്
ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റൗണ്ടും കൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം XPL കഴിഞ്ഞാൽ നേരെ LMRP ഓൺലൈൻ ഓഫ്ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. LMRP ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ഡെയിലി ഒരു 3 hours ക്ലാസ് ഉണ്ടാകും. എല്ലാ ദിവസവും ഈവനിങ് ആയിരിക്കും. ഒരു ചാപ്റ്റർ 3 hours എന്ന് പറഞ്ഞാൽ പോലും ചില ചാപ്റ്റേഴ്സ് ഒക്കെ 2 hours 2 to 3 hours ക്ലാസ് എന്തായാലും കമ്പൽസറി ഉണ്ടാകും. ആഫ്റ്റർ ഡൗട്ട് ക്ലിയറൻസ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ 3 to 4 എന്ന് പറയാം. അപ്പൊ 3 to 4 hours ഓഫ് ക്ലാസ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് രാവിലെയൊക്കെ ഏർലി മോർണിംഗ് ഒക്കെ കാണാൻ വേണ്ടി റെക്കോർഡ് ക്ലാസ്സസ് അഡീഷണൽ ആയിട്ട് തരും അല്ലെ. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാകും. വീക്കിലി എക്സാം ഫോർ സെൽഫ് അസസ്മെന്റിന് വീക്കിലി എക്സാം ഉണ്ടാകും. അതും ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ ഓഫ്ലൈൻ എക്സാംസ് അവസാനത്തേക്ക് എത്തുമ്പോൾ അത് ഓഫ്ലൈൻ എക്സാംസ് ആയിട്ട് തന്നെ മാറ്റും വീക്കിലി. പിന്നെ GIB എക്സാംസ് നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് അല്ലെ, ഫിസിക്സ് വാല ആയിട്ട് നമ്മൾ പാർട്ട്നർഡ് ആയതുകൊണ്ട് തന്നെ PWന്റെ AITS ആക്സസ് നിങ്ങൾക്ക് ഉണ്ടാകും. ദെൻ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പക്ക ക്യൂറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ആയിരിക്കും. അതാണ് സൈലത്തിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പ്രോപ്പർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. AI ഗുരു ഉണ്ടാവും. AI ഗുരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് സോൾവിങ്ങിന് വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡൗട്ട് സോൾവിങ് എഞ്ചിൻ ആപ്പിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും എന്ത് ചെയ്യാം AI ഗുരുവിനോട് ചോദിക്കാം. അപ്പം അത് നിങ്ങൾക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം, വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ആയിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിത്ത് പ്രോപ്പർ ആൻസർ കിട്ടും. അപ്പം ChatGPT പോലെ തന്നെ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ChatGPT പോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ChatGPTക്ക് നിങ്ങൾ 20,000 രൂപ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പം ആ ChatGPT തന്നെ ഒരു അക്കാഡമിക്കലി എനേബിൾഡ് ആയിട്ടുള്ള ഒരു AI എന്ന് പറയാം. നിങ്ങൾ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT തന്നെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്ത് അക്കാഡമിക്കലി ട്രെയിൻ ചെയ്തിട്ടായിട്ടുള്ള ഒരു AI ആണ് AI ഗുരു എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നീറ്റിൽ ഒരു ചാപ്റ്റർ പഠിച്ചു, അതിൽ നിന്നൊരു കഴിഞ്ഞ ഒരു 5 വർഷം വന്ന ചോദ്യത്തിന്റെ PDF വേണം, അത് അതിനോട് ചോദിച്ചാൽ അപ്പം അത് തരും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ആവശ്യമുള്ളത് അത് ചോദിക്കുന്ന അനുസരിച്ച് തരുന്നതായിരിക്കും. പഠിക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് AI ഗുരു. ഇത് അതിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. ഇൻഫിനിറ്റ് പ്രാക്ടീസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു 3 സബ്ജക്റ്റിൽ നിന്ന് 2 ചാപ്റ്റർ വെച്ച് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു കമ്പൈൻഡ് എക്സാം നടത്തണം. അതിനാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിച്ചെന്നുള്ളത് സെലക്ട് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിച്ചതെന്നുള്ളത് സെലക്ട് ചെയ്യുക, എത്ര ക്വസ്റ്റ്യൻ ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. മീൻസ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിന്റെ എക്സാം വരും. മനസ്സിലായി? അപ്പോ ഒരു എക്സാം അതായത് MCQ ഫോർമാറ്റിൽ നിങ്ങൾ ടച്ച് ചെയ്ത് പോകാവുന്ന രീതിയിൽ ആൻസർ മാർക്ക് ചെയ്ത് പോകാവുന്ന രീതിയിൽ വരും. അതാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് സൈലത്തിന്റെ ആപ്പിലെ ഫീച്ചർ തന്നെയാണ് ഈ ഇൻഫിനിറ്റ് പ്രാക്ടീസും AI ഗുരു എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈ ആപ്പിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അതർ ദാൻ ക്ലാസ് ബാക്കിയുള്ള മെറ്റീരിയലിനേക്കാൾ കൂടുതലായിട്ട്. ദെൻ ഫീഡ്ബാക്ക് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ ഉണ്ടാകും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനി ഇതാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അതിൽ +1 +2 കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരിക. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ +2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് +1 തന്നെ ഇപ്പൊ പഠിപ്പിച്ചാൽ +2 അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിന്ന് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. കൂടുതൽ +2 കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആദ്യത്തെ ലാപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത്. കൃത്യമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ടൈം ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളൊക്കെ ആദ്യം വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സോ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അടുത്ത LMRPയിലേക്ക് കയറാൻ വേണ്ടി പറ്റുക. അപ്പൊ ഓരോ ദിവസം ഒരു ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ടെൻഷൻ ഒന്നും അടിക്കണം. വൈകുന്നേരം വരിക, ആ ചാപ്റ്റർ കാണുക, പോവുക. പരിപാടി അത്രേ ഉള്ളൂ. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഇതിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് എക്സാംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി എക്സാംസ് ഉണ്ടാകും. പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ചാപ്റ്റർ അനുസരിച്ച് വീക്കിലി എക്സാംസ്, സൈലം ടെസ്റ്റ് സീരീസ് ഉണ്ടാകും. ദെൻ GIB എല്ലാ മാസവും ഉണ്ടാകും. AITS ഉണ്ട്. ദെൻ നീറ്റിന് മുമ്പായിട്ട് പ്രീ നീറ്റ് എക്സാമിനേഷൻ ഉണ്ട്. മക്കളെ, ഡെയിലി എക്സാംസും ഈ പറയുന്ന ഓഫ്ലൈനിൽ വരുന്ന കുട്ടികൾക്ക് ഇതുണ്ടാകും. ഡെയിലി എക്സാംസ് LMRPയുടെ സമയത്ത് ഉണ്ടാകും. പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഇൻഫിനിറ്റ് പ്രാക്ടീസ് വെച്ചിട്ട് എത്ര വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സാംസ് സ്വയം നടത്താൻ വേണ്ടി പറ്റും. AI ഗുരുവിനോട് ചോദിച്ച് നിങ്ങൾക്ക് വേണം പേപ്പർ ആയിട്ട് വേണമെങ്കിൽ PDF ആയിട്ട് ഇത് എടുക്കാനും പറ്റും. അതെല്ലാം അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഇതാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഏതുണ്ടാകും, XPL ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ LMRP അഥവാ LMRPS. ഇതിന്റെ പ്രോസസ്സിൽ നമ്മൾ വിളിക്കുന്ന പേര് എൻഡ് ഗെയിം എന്നാണ്. എൻഡ് ഗെയിം ആണ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ എൻഡ് ഗെയിം തന്നെ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്.
പറഞ്ഞു മനസ്സിലായി. LMRP തന്നെയാണ്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം തന്നെയാണ് സൈലം എൻഡ് ഗെയിം എന്ന് വിളിക്കുന്നത്. എന്റെ പേരാണ് എൻഡ് ഗെയിം എന്ന്, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ എല്ലാം ക്രാഷ് പ്രോഗ്രാം തന്നെയാണ്, പക്ഷെ 2 സെഗ്മെന്റ് ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നവംബർ ടു ജാനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ റൗണ്ട് ഡെയിലി ഒരു ചാപ്റ്റർ വെച്ചിട്ട് ഒരു റൗണ്ട് റിവൈസ് ചെയ്യും. ദെൻ നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ മാർച്ച് ഏപ്രിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്തിലേക്ക് പോകും, നേരെ എൻഡ് ഗെയിമിലേക്ക് പോകും. എൻഡ് ഗെയിമിനെ വിളിച്ച പേരാണ് നേരത്തെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് വിളിക്കാം, ഒരു തെറ്റുമില്ല. ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള റിവിഷൻ പ്രോഗ്രാം ആണത്, ഒരു റൗണ്ട് കൂടെ റിവൈസ് ചെയ്താണ്. അപ്പൊ ഇവിടെയും 81 ചാപ്റ്റർ തീർക്കും, ഇവിടെയും 81 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. റെഡിയല്ലേ? ഇത് 2 പ്രോഗ്രാമാണ്. അതിനിടയ്ക്കുള്ള എക്സാംസ് ആണ് ഇടയ്ക്ക് കാണിച്ചിട്ടുള്ള, വേറൊരു കൺഫ്യൂഷൻ അതിൽ വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എത്ര എക്സാംസ് നിങ്ങൾക്ക് വരുന്നെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് ഡിസ്കഷനും എല്ലാം കൂടെ എക്സാംസും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 10,000 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്യും. 10,000 ക്വസ്റ്റ്യൻസ്. ഈ 10,000 ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമേ 200 ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ അപ്പം ഈ ആഡ് ഓൺസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യം. ഇപ്പൊ XPL ജോയിൻ ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഇപ്പൊ XPL ജോയിൻ ചെയ്താൽ +2 കുട്ടികൾക്ക് +2 റിവിഷൻ എൻഡ് ഗെയിം ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിവിഷൻ ബാച്ച് കിട്ടും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് സൈലന്റ് ടെസ്റ്റ് സീരീസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി സൺഡേ ഓഫ്ലൈൻ എക്സാം ഉൾപ്പെടെ ടെസ്റ്റ് സീരീസ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഗെയിം ബാച്ച്. XPL 81 ചാപ്റ്റർ നമ്മൾ തീർത്താൽ പിന്നെ എന്ത് ചെയ്യും, എൻഡ് ഗെയിം എന്ന് പറയുന്ന ഓൺലൈൻ ബാച്ച് ഇല്ലേ, എൻഡ് ഗെയിം 2 ഉണ്ട്. നിങ്ങൾക്കറിയാം, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് അല്ലേടാ അവസാന മാസം. അപ്പൊ അതിൽ ഓൺലൈൻ ബാച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ചേർന്നാൽ ഫ്രീ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഇനി ഈ ഓഫ്ലൈൻ ബാച്ചിൽ ഇപ്പൊ നിങ്ങൾ ചേർന്നാൽ ഇതെല്ലാം ഫ്രീ കിട്ടുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലായി? അപ്പൊ അതിനെല്ലാം ഫീസാണ് നിങ്ങൾക്ക് എത്രത്തോളം ആണെന്ന് നിങ്ങൾ അറിയേണ്ടത്, ഞാൻ പറഞ്ഞു തരാം, പേടിക്കണ്ട. ഇനി പ്രീ മോക്ക് എക്സാംസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും, അതിലൊരു സംശയവും വേണ്ട. ഇതാണ് എല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓഫ്ലൈനും, അതായത് ഇപ്പോൾ XPL അല്ലെ, അതായത് ഇപ്പൊ തുടങ്ങുന്ന ഈ നവംബർ 15 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് പ്ലസ് ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്കറിയാം 2 ബാച്ചുകളാണ് വരിക, കംപ്ലീറ്റ് എക്സാംസ് ഉൾപ്പെടെ എല്ലാം. നിങ്ങൾക്കറിയാം എൻഡ് ഗെയിം തന്നെ അല്ലെ, ലാസ്റ്റ് മിനിറ്റ് പ്രോഗ്രാം എൻഡ് ഗെയിം തന്നെ ഓൺലൈനും ഉണ്ട്, എൻഡ് ഗെയിം എന്തുകൊണ്ട് ഓഫ്ലൈനും ഉണ്ട്. റെഡിയല്ലേ? ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ സൈലത്തിലെ ഫീസ് എന്ന് പറയുന്നത് 15,000 + GST ആയിരുന്നു. വിത്ത് മെറ്റീരിയൽ ആകുമ്പോൾ 17,000 രൂപയാവും. പക്ഷെ ഇത്തവണ നമ്മൾ ഫോർ ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് റെഡി, നിങ്ങൾക്കറിയാം 1-2 ദിവസം കൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്യും. ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് 10,000 rupees + GST എന്നുള്ള ഫീസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇതെല്ലാം കൂടെ ഓഫ്ലൈൻ ഉൾപ്പെടെ. അതായത് നിങ്ങൾ ഓഫ്ലൈനിൽ നിങ്ങളുടെ തൊട്ടടുത്ത് സെന്ററിൽ പോയി പഠിക്കാൻ വേണ്ടിയും ഇപ്പൊ തൊട്ട് ഓൺലൈൻ ഫോളോ ചെയ്യാൻ വേണ്ടിയും എൻഡ് ഗെയിം ഓൺലൈൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണണമെങ്കിൽ അത് കാണാനും ഓഫ്ലൈനും എല്ലാം കൂടെ ഫീസാണ് എന്ത് 10,000+. അപ്പൊ സൈലത്തിന്റെ ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാമിന്റെ ഫീസ് ഇപ്പൊ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ 10,000 rupees + GST നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും. വിത്ത് അതിനകത്ത് നടക്കുന്ന ഡെയിലി എക്സാംസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓഫ്ലൈനിൽ നടക്കുന്നത് കംപ്ലീറ്റ് പ്രോഗ്രാമിനും കൂടി ഇതാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പറയുന്ന പോലെ ഓൺലൈൻ മാത്രം എടുക്കുകയാണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3,999 + GST ആയിരിക്കും. 3,999 + GST ആയിരിക്കും. അപ്പൊ ഓൺലൈൻ മാത്രം XPLും എൻഡ് ഗെയിം ഓൺലൈൻ വീട്ടിലുള്ള പ്രോസസ്സ് മാത്രം മതിയെങ്കിൽ 3,999 + GSTയും. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും എല്ലാം വേണമെങ്കിൽ 10,000 + GST എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത സെന്ററിൽ പോയി ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം ടീച്ചേഴ്സിനോടൊപ്പം. റെഡിയല്ലേ? അതിനുള്ള ഓപ്ഷനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിളിക്കാം 6000910030 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. അപ്പൊ ഈ ഓഫ്ലൈൻ എവിടൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? ഇത്രയും സെന്ററുകളാണ്. കാസർഗോഡ് ആണെങ്കിൽ കാസർഗോഡും കാഞ്ഞങ്ങാടും ഇത്തവണയുണ്ട്. കണ്ണൂരാണ് പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ ഹൈബ്രിഡ് ക്യാമ്പസ് ടൗണിലുള്ള, ദെൻ തലശ്ശേരി ട്യൂഷൻ സെന്റർ, മട്ടന്നൂർ. ഇത്രയുമാണ്. അതായത് പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി, മട്ടന്നൂർ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. വയനാടാണ് കൽപ്പറ്റ മാത്രമാണുള്ളത്. കോഴിക്കോടാണ് വടകര, കൊയിലാണ്ടി, കുറ്റ്യാടി, ബാലുശ്ശേരി, സൈലത്തിന്റെ ടൗണിലെ ക്യാമ്പസ്, മുക്കം. ഇത്രയും സ്ഥലങ്ങളിലാണ് കോഴിക്കോടുള്ളത്. മലപ്പുറം കൊണ്ടോട്ടി, മഞ്ചേരി, തിരൂര്, എടപ്പാള്, പെരിന്തൽമണ്ണ, കോട്ടക്കൽ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. തൃശ്ശൂരാണ് ശക്തൻ, മാളയില്, ചാവക്കാട്, ഇരിഞ്ഞാലക്കുട. പാലക്കാടാണെങ്കിൽ പാലക്കാട്, മണ്ണാർക്കാട്, ഷൊർണൂർ ഇത്രയും സ്ഥലത്തുണ്ട്. എറണാകുളം കച്ചേരിപ്പടി, പാലാരിവട്ടത്ത്, മൂവാറ്റുപുഴയും അങ്കമാലിയിലും ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. ഇടുക്കിയാണ് കട്ടപ്പന, തൊടുപുഴ. കോട്ടയം ആണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ടയം ടൗണിൽ ഇരാറ്റുപേട്ട, തലയോലപ്പറമ്പ്. പത്തനംതിട്ടയാണ് തിരുവല്ല, പത്തനംതിട്ട. ആലപ്പുഴയാണ് ആലപ്പുഴ തന്നെയാണ് ഹൈബ്രിഡ് ക്യാമ്പസ് ആണ്, ആലപ്പുഴ ടൗണിൽ തന്നെ. മാവേലിക്കരയും ചേർത്തലയും ഉണ്ടാവും. കൊല്ലത്താണ് കൊട്ടാരക്കര, അഞ്ചല്, കരുനാഗപ്പള്ളി, പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലം ഹൈബ്രിഡ് ക്യാമ്പസ് ടൗണിലുള്ള.
തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം സ്റ്റാച്യു ക്യാമ്പസ് ഉണ്ട്, സ്റ്റാച്യുവിലുണ്ട്, ശ്രീകാര്യത്തുണ്ട്, പിന്നെ കല്ലമ്പലമുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്. ഇത്രയും സ്ഥലങ്ങളാണുള്ളത്. അപ്പൊ ഇവിടേക്കാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൺലൈൻ അവർക്ക് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. അപ്പൊ 10,000 rupees പ്ലസ് GST എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലൈൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ആൻഡ് ഈ പറയുന്ന പോലെ നവംബർ 15 നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 14-ാം തീയതി ഓറിയന്റേഷൻ ഉണ്ട്, അതിന്റെ ഫീസ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇതായിരിക്കും ഫീസ് എന്ന് പറയുന്നത്. 3,999 പ്ലസ് GST എന്ന് പറഞ്ഞാൽ 4,275 രൂപ വരും. പ്ലസ് GST കൂടെ ആഡ് ചെയ്യുമ്പോൾ 4,275 രൂപ വരും. നിങ്ങൾക്ക് ഇനി ടാബ് കാര്യങ്ങൾ മെറ്റീരിയൽ എല്ലാം കൂടെ വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് വരും. ടാബ് ഒക്കെ വേണമെങ്കിൽ, ടാബ് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടാബ് വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വാങ്ങണ്ട. ദെൻ 2,000 രൂപ അഡീഷണൽ, അതായത് 4,250 രൂപ പ്ലസ് 2,000 രൂപയും കൂടെ ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തവണ 3,000 രൂപയെന്ന് നമ്മൾ അത് 2,000 രൂപയിലേക്ക് നമുക്ക് എത്തിച്ചു, മെറ്റീരിയലും കൂടെ വേണമെങ്കിൽ. അപ്പം ഫീസ് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. സൈലത്തിന്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ട. 140 പേരോളമാണ് 600 പ്ലസ് കഴിഞ്ഞാണ് ഉണ്ടായത്. അതിൽ മെജോറിറ്റി ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പം 4-ാമത്തെ വർഷത്തെ ബാച്ചിൽ നിന്ന് ഇത്രയും കുട്ടികളെ നമുക്ക് എത്തിക്കാൻ പറ്റി. അടുത്ത വർഷം ഇതിൽ കൂടുതൽ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കാൻ അത്രയും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കാഡമിക് സിസ്റ്റവും കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സും ഉൾപ്പെടെ അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്പർ നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ ഫീസ് ഒന്നും കൂടെ പറയുകയാണ്. ഓഫ്ലൈനിൽ നിങ്ങൾ വരികയാണെങ്കിൽ കംപ്ലീറ്റ് ഫീസ് 10K പ്ലസ് GST ആണ്. നിങ്ങൾ ഓൺലൈൻ മാത്രം മതി XPL പ്ലസ് എങ്കിൽ 3,999 പ്ലസ് GST. റെഡിയാണോ? ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പ്ലസ് മെറ്റീരിയൽ വേണമെങ്കിൽ ഈ 3,999 കൂടെ 2,000 rupees കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. റെഡിയല്ലേ? ഇതാണ് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ്. നിങ്ങൾ ഓഫ്ലൈൻ നിങ്ങളുടെ നിയർ ബൈ സെന്റർ ചൂസ് ചെയ്തിട്ട് ഇപ്പോഴേ ഓൺലൈനിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഏർലി ബേർഡ് ഓഫറാണ് 1000 സ്റ്റുഡൻസിനുള്ള. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക, തകർക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത ഓറിയന്റേഷൻ വീഡിയോ ആയിട്ട് കാണാം. തകർക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന ചലഞ്ച് ഏറ്റെടുക്കുക. വൺ ഡേ വൺ ചാപ്റ്റർ. ചില ദിവസങ്ങളിൽ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ ക്ലബ് ചെയ്തിട്ടുണ്ടാകും. അതർവൈസ് അതായിരിക്കും ആദ്യത്തെ ഒരു സെക്ഷൻ. പിന്നെ എൻഡ് ഗെയിമിൽ നമ്മൾ അടിപൊളിയായിട്ട് മൊഡ്യൂൾ വെച്ച് തീർത്തു. അപ്പൊ നിങ്ങൾ +2 കഴിയും, ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈവനിങ് മാത്രമായിരിക്കും ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ. കൂടെ നിൽക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു പോകുക. നീറ്റ് നമ്മൾ ഒരുമിച്ച് നേടും ഗൈസ്. അപ്പം ഓൾ ദി ബെസ്റ്റ്.